Even for this morning's meditation, let's turn our Bibles to John chapter 9 and verse 17. യോഹന്നാൻ 19 അധ്യായത്തിന്റെ 17-ാം Gospel according to John chapter 19 and verse 17. യോഹന്നാന്റെ സുവിശേഷം 19ന്റെ 17-ാം വചനം. And he bearing his cross went out to a place of skull, which is called in Hebrew Golgotha. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നും പേരുള്ള തലയോട്ടിയിടം എന്ന സ്ഥലത്തിലേക്ക് പോയി. Luke chapter 9 and verse 23 we shall read. ലൂക്കോസ് 9-ാം അധ്യായത്തിന്റെ 23-ാം വചനം നാം പഠിക്കുമ്പോൾ, Then he said to them all, If anyone desires to come after me, let him deny himself, take up his cross daily and follow me. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. Here this verse says, ഇവിടെ വചനം പറയുന്നത്, Jesus bearing his cross, he went up to Golgotha. യേശു തന്റെ കുരിശ് എടുത്തുകൊണ്ട് ഗോൽഗോഥ എന്ന സ്ഥലത്തിലേക്ക് പോയി. Not only he bore the cross, യേശു കുരിശ് എടുത്തോണ്ട് പോയത് മാത്രമല്ല, he looks at us and he says, യേശു നമ്മളോട് ഇങ്ങനെ പറയുന്നു, you deny yourself, you also take up the cross and follow me. യേശുവിനെ അനുഗമിക്കുന്നവർ തന്നെ താൻ നിഷേധിച്ച് തന്റെ കുരിശ് എടുത്തോണ്ട് യേശുവിനെ അനുഗമിക്കണം എന്ന്. You take up the cross and follow me. നിങ്ങൾ കുരിശ് ചുമന്നുകൊണ്ട് എന്നെ അനുഗമിക്കണം. We may ask why I should take up the cross. നമ്മൾ ഒരുപക്ഷെ ചോദിക്കാം, എന്തിനാണ് ഞങ്ങൾ കുരിശ് എടുക്കേണ്ടത്? Romans chapter 8 and verse 17 says, റോമർ 8-ാം അധ്യായത്തിന്റെ 17-ാം വചനം പറയുന്നു, if we indeed suffer with him, that we may also be glorified together. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. Hallelujah. ഹല്ലേലൂയ. And our Lord Jesus Christ himself has set an example for us. ഇത് എങ്ങനെ ചെയ്യണം എന്ന് യേശുക്രിസ്തു തന്നെ നമുക്ക് മാതൃകയായിട്ടുണ്ട്. Not only he carried the cross and went up to Golgotha, യേശുക്രിസ്തു ക്രൂശ് എടുത്തോണ്ട് ഗോൽഗോഥയ്ക്ക് ചെന്നത് മാത്രമല്ല, but also every day, daily, he took up his cross in his life. പക്ഷെ ഒவ்வொരു ദിവസവും യേശുക്രിസ്തു തന്റെ കുരിശ് എടുത്തോണ്ട് നടന്നു. Every day he bore the cross. ഒவ்வொരു ദിവസവും ക്രൂശ് ചുമന്നു. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, when was that heavy cross, the burdensome cross, was placed upon the shoulders of Jesus Christ? എപ്പോഴാണ് ആ വലിയ ഭാരമുള്ള കുരിശ് യേശുക്രിസ്തുവിന്റെ മേൽ ചാർത്തപ്പെട്ടത്? When you read John chapter 19, യോഹന്നാൻ 19-ാം അധ്യായം വായിക്കുമ്പോൾ, Pontius Pilate, to please the Jews, he delivered Jesus Christ to be scourged. ജൂതന്മാരെ പ്രിയപ്പെടുത്തുവാനായി പിലാത്തോസ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഏറ്റുവാൻ തീർമാനിക്കുന്നത് കാണാൻ സാധിക്കും. After 39 times they gave him lashes in his back. 39 തവണ ചാട്ടവാറ് കൊണ്ട് അടിച്ചതിന് ശേഷം, After they placed the crown of thorns upon his head, മുൾക്കിരീടം അവന്റെ തലമേൽ വച്ചതിന് ശേഷം, after they mocked him, അവരെല്ലാവരും കൂടി യേശുവിനെ പരിഹസിച്ച്, after Pontius Pilate gave his verdict, പിലാത്തോസ് ആ വിധി നടപ്പാക്കിയപ്പോൾ, I find no fault with him. പിലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാൻ കുറ്റമൊന്നും കണ്ടിട്ടില്ല. Only after that the heavy wooden cross was placed upon the shoulders of our Lord Jesus Christ. അതിനുശേഷം മാത്രമാണ് യേശുവിന്റെ തോളിൽ ആ വലിയ ഭാരമുള്ള കുരിശ് ചുമർത്തപ്പെട്ടത്. Unjustly that cross was placed. അനീതിയായി യേശുക്രിസ്തുവിന്റെ മേൽ ആ കുരിശ് ചുമർത്തപ്പെട്ടു. After Pontius Pilate said, I find no fault in him, after that only the cross came. പിലാത്തോസ് ഈ മനുഷ്യനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കുരിശ് അവൻ ചുമക്കാനിടയായത്. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, many times in our life, when do we go through the path of the cross? നമ്മുടെ ജീവിതത്തിലും പല സമയങ്ങളിലും എപ്പോഴാണ് കുരിശ് എടുത്തോണ്ട് നമ്മൾ നടക്കുന്ന സാഹചര്യം വരുന്നത്? When we say I lived a righteous life, a honest life, a straightforward life, നീതിയുള്ള ജീവിതം നയിച്ചു, ഞാൻ ശരിയായ ജീവിതം നയിച്ചു എന്ന് പറയുമ്പോഴാണ്, oh, I am living a God-fearing life, നമ്മൾ ദൈവത്തിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിതത്തിലാണ്. but unjustly this suffering has come. അപ്പോഴാണ് അന്യായമായ ഈ കഷ്ടത വരുന്നത്. This accusation has come. അപ്പോഴാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തപ്പെടുന്നത്. Oh, this suffering has come.
അപ്പോഴാണ് ഇങ്ങനത്തെ ദുഃഖങ്ങൾ വരുന്നത്. I don't deserve to suffer this suffering. ഇതുപോലത്തെ കഷ്ടതകളും ദുഃഖതകളും അനുഭവിപ്പാൻ ഞാൻ യോഗ്യനല്ല. Why did God allow this suffering in my life? എന്തിനാണ് ദൈവം ഈ കഷ്ടതകൾ എന്റെ ജീവിതത്തിൽ അനുവദിച്ചത്? What did I do to deserve this suffering? ഇത് ഏറ്റുവാങ്ങുവാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, many times unjustly this cross comes upon our shoulder. പല സമയങ്ങളിലും അന്യായമായാണ് ഈ ക്രൂശ് നമ്മുടെ മേൽ ചാർത്തപ്പെടുന്നത്. Many times we compare ourselves with others. മറ്റുള്ളവരോട് നമ്മളെ താരതമ്യം ചെയ്യുമ്പോൾ, there are so many people in this world, they do not seek God. ഈ ലോകത്തിൽ ദൈവത്തിനെ ഓർക്കാത്ത എത്രയോ ജനങ്ങളുണ്ട്. இந்த உலகத்துல எவ்வளவு பேர் தேவனை தேடாமல் இருக்கும்போது I saw they are living well. ദൈവത്തിനെ ഓർക്കാത്ത ആ ജനങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു. But why this suffering for me? പക്ഷേ എനിക്ക് എന്തിനാണ് ഈ വേദന? Why this suffering for my children? എന്റെ കുട്ടികൾക്ക് എന്തിനാണ് ഈ കഷ്ടത? Why this problem come in my family? എന്തിനാണ് എന്റെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ വന്നത്? Many times in our heart we suffer. പല സമയങ്ങളിലും ഇത് ഓർത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ ദുഃഖിക്കും. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, are you going through the path of the cross unjustly? നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അന്യായമായ കുരിശ് ചുമക്കുന്നുണ്ടാകാം. Look at the Lord Jesus Christ. ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കണം. Unjustly the cross was placed upon him. അന്യായമായിട്ടാണ് കുരിശ് കർത്താവിന്റെ മേൽ ചുമർത്തപ്പെട്ടത്. When we look at that cross, നമ്മൾ ആ കുരിശ് നോക്കുമ്പോൾ a great strength comes into us. നമ്മൾ ശക്തിപ്പെടും. He gives us the power to endure, ഏത് കഷ്ടതകളെയും സഹിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. the strength to overcome. വിജയം പ്രാപിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. Hallelujah. Hallelujah. Today do not be discouraged. നിങ്ങളുടെ മനസ്സ് തളർന്നു പോകരുത്. Say, Lord, I thank you for the path of the cross. ദൈവമേ, ഈ കുരിശിന്റെ മാർഗം കൊടുത്തതിന് നന്ദി എന്ന് പറയണം. Hallelujah. Hallelujah. You went through that path. നിങ്ങൾ ആ മാർഗത്തിൽ നടക്കണം. I know you will give me the strength to overcome. കർത്താവിനോട് പറയണം, ദൈവമേ നീ എന്നെ ശക്തിപ്പെടുത്തി വിജയിപ്പിക്കുമെന്ന് പറയണം. I know you are able to help me. എന്നെ സഹായിക്കാൻ നിനക്ക് സാധിക്കും എന്ന് പറയണം. Hallelujah. Hallelujah. When we look at the life of Jesus, യേശുവിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ we can see his whole life was a life of cross. യേശുവിന്റെ ജീവിതം മുഴുവനും കുരിശ് ചുമന്ന ഒരു ജീവിതമാണ്. When you look at when Jesus was a baby, യേശു ക്രിസ്തു ഒരു കുഞ്ഞായിട്ട് ഇരിക്കുമ്പോൾ, that time itself this cross has come upon him. അപ്പോൾ തന്നെ ഈ കുരിശ് യേശുവിന്റെ മേൽ ചാർത്തപ്പെട്ടു. He is a child who is destined to bear the cross. ആ കുഞ്ഞിന്റെ മേലാണ് കുരിശ് ചുമക്കാനുള്ള വിധി വിധിച്ചിട്ടുള്ളത്. Luke chapter 2 verse 24 to verse 35. ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, Then Simon blessed them and said to Mary his mother, Behold, this child is destined for the fall and rising of many in Israel, and for the sign which will be spoken against. Yes, a sword will pierce through your own soul also, that the thought of many heart may be revealed. പിന്നെ ശിമിയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മരിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മരുത്തു പറയുന്ന അടയാളത്തിനുമായി വച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു എന്ന് നമ്മൾ തിരുവചനത്തിൽ പഠിക്കുന്നു. Here we see Simon, he looked at Mary, the mother of Jesus, and said, ഇവിടെ ശിമിയോൻ യേശുവിന്റെ അമ്മയായ മരിയയോട് ഇങ്ങനെ പറയുന്നു, Yes, a sword will pierce through your own soul. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. My dear brothers and sisters, എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, when Jesus was born and when he was just a little baby, യേശു ജനിച്ച് ഒരു കുഞ്ഞായി ഇരുന്ന സാഹചര്യത്തിൽ Mary and Joseph, bearing the child in their arms, they went up to the temple. യോസേപ്പും മരിയയും കുഞ്ഞിനെ കൈകളിൽ പിടിച്ച് ദേവാലയത്തിൽ കൊണ്ടുപോയി. And unexpectedly they met a man of God called Simon. അന്ന് യാദർശികമായിട്ടാണ് ശിമിയോൻ എന്ന ദൈവമനുഷ്യനെ അവർ കാണുന്നത്. And the Holy Spirit was upon him. അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. Simon, through the Holy Spirit, was able to recognize the child that Mary is bearing in her hand is a destined child. It is the Messiah. പരിശുദ്ധ ആത്മാവിനാൽ ശിമിയോൻ മനസ്സിലാക്കി, മരിയയുടെ കയ്യിൽ ഉള്ളത്
ആ കുഞ്ഞ് അതാണ് വിധിച്ചിട്ടുള്ള മശിഹ എന്നത് അവൻ മനസ്സിലാക്കി. Simon, he went to Mary and he received the child from her arms. ശിമിയോൻ മരിയയെടുത്ത് പോയി മരിയയുടെ കയ്യിലുണ്ടായിരുന്ന യേശുവിനെ എടുത്തു. Simon bore the child in his hands. തന്റെ കൈകൾ കൊണ്ട് ശിമിയോൻ ആ കുഞ്ഞിനെ എടുത്തു. He gave thanks to the Lord for the child. ആ കുഞ്ഞിനായി ദൈവത്തോട് നന്ദി പറഞ്ഞു. Probably he might have embraced and kissed it also. ഒരുപക്ഷെ ആ കുഞ്ഞിനെ എടുത്ത് ചുംബിച്ചിട്ടുണ്ടാകാം. And as the Holy Spirit filled him, പരിശുദ്ധാത്മാവ് അവനെ നിറച്ചപ്പോൾ he began to prophesy. അവൻ അവിടെ ഒരു പ്രവചനം പറഞ്ഞു. He said, this child will bring salvation to the whole world. ശിമിയോൻ അവിടെ പറഞ്ഞു, ഈ കുഞ്ഞ് ലോകം മുഴുവനും സമാധാനം കൊണ്ടുവരുമെന്ന്. It will be as a glory to Israel. ഇവൻ ഇസ്രായേലിന്റെ മഹത്വമാകുമെന്ന്. This child will bring the light to the Gentiles. സകല ജാതികളുടെയും രക്ഷയാണ് ഇവനെന്ന് പറഞ്ഞു. This child will be as a sign for the rise and the fall of many. പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും ഇവൻ അടയാളമാകും എന്നവൻ പറഞ്ഞു. When he began to prophesy these things about the child Jesus, യേശുവിനെ കുറിച്ച് ശിമിയോൻ ഇങ്ങനെ പ്രവചനം പറയാൻ തുടങ്ങിയപ്പോൾ verse 33 says, 33-ാം വചനം പറയുന്നു, Mary and Joseph, they marveled. അവന്റെ അമ്മയും അപ്പനും ആശ്ചര്യപ്പെട്ടു എന്ന വചനം പറയുന്നു. Oh, they heard it and they were marveled. അതവർ കേട്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. Oh, this child is a destined child. ഈ കുഞ്ഞ് മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. But after that, the Simeon prophesied one more thing which troubled the heart of Mary, the mother of Jesus. പക്ഷെ അത് കഴിഞ്ഞ് ശിമിയോൻ മറ്റൊരു പ്രവചനം കൂടി മരിയയോട് പറയുകയാണ്. അത് കേട്ടപ്പോൾ മരിയയുടെ ഹൃദയം തളർന്നു പോയി. In verse 35, he looked at her and said, 35-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ ശിമിയോൻ മരിയയോട് ഇങ്ങനെ പറയുന്നു, a sword will pierce through your own soul. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. A day will ഒരു come ദിവസം വരും, because of this child, a great pain and sorrow will pierce your heart. ഈ കുട്ടി കാരണം വലിയ ദുഃഖവും കഷ്ടതയും നിന്റെ ഹൃദയത്തിൽ കടന്നു വരുമെന്ന് പറയുന്നു. This child is not destined to live in this world. കുഞ്ഞ് ഈ ലോകത്തിൽ ജീവിപ്പാൻ വിധിച്ചവനല്ല. It is destined to die, മരിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ്. destined to be അവൻ sacrificed, ബലിയിടുവാൻ വിധിക്കപ്പെട്ടവനാണ്. destined to be crucified. കുരിശ് ചുമക്കുവാനായി വിധിക്കപ്പെട്ടവനാണ്. One day you have to give this child up. ഒരു ദിവസം നിനക്ക് ഈ കുഞ്ഞിനെ നഷ്ടമായി പോകും. ஒரு நாள் இந்த பிள்ளையை நீ கொடுக்க வேண்டிய ஒரு காலம் ஒன்று வரும். That time the child you are so fondly embracing in your hand, you have to give it up. സ്നേഹം കൊണ്ട് കൈകളിൽ വച്ചിട്ടുള്ള ഈ കുട്ടീനെ നീ ഒരു ദിവസം നിനക്ക് നഷ്ടമാകും. Oh, that day a sword will pierce through your ആ heart. ദിവസം നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി വാൾ കടന്നു പോകും. Probably when Mary heard this word, her heart would have been troubled within her. ഈ പ്രവചനം കേട്ടപ്പോൾ ഒരുപക്ഷെ അവളുടെ ഹൃദയം ദുഃഖിച്ചിട്ടുണ്ടാകാം. My dear brothers and എനിക്ക് sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, that time itself a path of cross was set upon Jesus Christ. അപ്പോൾ തന്നെ യേശുവിന്റെ ജീവിതത്തിൽ കുരിശിന്റെ മാർഗം തുടങ്ങിക്കഴിഞ്ഞു. A cross is already destined for the ആ child. കുഞ്ഞിന്റെ മേൽ ഒരു കുരിശ് വിധിക്കപ്പെട്ടു കഴിഞ്ഞു. The child is to suffer. ആ കുഞ്ഞ് വേദന അനുഭവിക്കണം. The child is to grow and one day it has to ആ suffer. കുഞ്ഞ് വളർന്ന് ഒരു ദിവസം അവൻ വേദന സഹിക്കണം. To be sacrificed as the sin, as a prohibition of sin for the whole world. സകല ലോകത്തിന്റെയും പാപങ്ങൾ നിവർത്തി ചെയ്യുന്ന ബലിയായി ആ കുഞ്ഞ് മരിക്കണം. My dear brothers and എനിക്ക് sisters, പ്രിയമുള്ളവരെ, a path of cross was set before Mary also. മരിയയുടെ ജീവിതത്തിലും ഒരു കുരിശ് വിധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. My dear brothers and sisters, എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, that little child, when he was a baby itself, he had to bear that cross. യേശു ആ കുഞ്ഞുനാൾ തൊട്ട് കുരിശ് ചുമക്കുവാൻ തുടങ്ങി. Once in a family, ഒരു കുടുംബത്തിൽ ഒരിക്കൽ ഇങ്ങനെ നടന്നു. a child was ഒരു born. കുഞ്ഞ് അവരുടെ കുടുംബത്തിൽ ജനിച്ചു. The parents were very happy. അവരുടെ മാതാപിതാക്കൾ സന്തോഷത്തിലാണ്. Oh, they were fondling the child. They were cherishing the ആ child. കുഞ്ഞിന് ഒരുപാട് സ്നേഹം കൊടുത്താണ് അവർ വളർത്തിയത്. But as the child began to grow, പക്ഷെ ആ കുഞ്ഞ് വളർന്നു തുടങ്ങിയപ്പോൾ they noticed something wrong with the ആ child. കുഞ്ഞിന്റെ പ്രവൃത്തിയിൽ ചില കാര്യങ്ങൾ തെറ്റായിട്ടുള്ളത് അവർ മനസ്സിലാക്കി. So they took
the child to the doctor to examine the child. അതുകൊണ്ട് ആ കുട്ടിയെ അവർ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി എന്താണെന്ന് പരിശോധിച്ചു. And the doctor said, അപ്പോൾ ഡോക്ടർ പറഞ്ഞു, a genetic disorder, a rare genetic disorder has come for the child. ഈ കുട്ടിക്കുണ്ടായിരിക്കുന്നത് ജനറ്റിക് രോഗമാണെന്ന് പറഞ്ഞു. A disease called as progria has come. എസ്പ്രോഗ്രിയ എന്ന രോഗം നിങ്ങളുടെ കുട്ടിയെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. That is, as the child grows, it will mature very quickly and it will die very ഈ quickly. രോഗം ബാധിച്ച കുട്ടികൾ വളരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ വളർച്ചയടയുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യും. വേഗമായി മുതുമയെ അടൈந்து വിടും. വേഗം വയസ്സായി തുടങ്ങും. And when other children, they grow normally and progress and grow higher and higher. മറ്റു കുഞ്ഞുങ്ങളെല്ലാം സാധാരണമായിട്ട് വളർന്നു വരുമ്പോൾ അവരുടെ വളർച്ചയ്ക്ക് സാധാരണമായി ഇരിക്കുമ്പോൾ And it will quickly it will die. പക്ഷെ ഈ കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു പോകും. Not even 10 years, 12 years it would live. 10-12 വർഷങ്ങൾ പോലും ആ കുട്ടി ജീവിക്കില്ല. When that parents, when they heard those ഈ words, വിഷയം ആ കുട്ടിയുടെ മാതാപിതാക്കൾ കേട്ടപ്പോൾ oh, their heart were broken within them. അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ പൊട്ടിച്ചിതറിപ്പോയി. They embraced the child and they wept. അവരുടെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചോണ്ട് അവർ കരഞ്ഞു. My son, why this suffering should come to you at this very young age? എന്റെ കുഞ്ഞെ, എന്തിനാണ് നിനക്ക് ഇത്രയും വലിയ ദൗർഭാഗ്യം, അതും ഇത്ര ചെറിയ പ്രായത്തിൽ? Why this unjust suffering for you, my son? എന്തിനാണ് നിനക്ക് അന്യായമായ വേദന? Oh, they wept and they അവർ wept. നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. The same way, അതുപോലെ തന്നെയാണ് Mary and Joseph would have they wept like that. മരിയയും യോസേപ്പും അങ്ങനെ കരഞ്ഞിട്ടുണ്ടാകാം. Oh, a sword pierced through their hearts. അവരുടെ ഹൃദയങ്ങളിൽ വാളാൽ കുത്തുന്നത് പോലെയുള്ള സാഹചര്യം. A cross is set before the child. അവരുടെ കുട്ടിയുടെ ജീവിതത്തിൽ അവരുടെ കുട്ടിയുടെ മുമ്പ് ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. This child is destined to be sacrificed. ആ കുട്ടിയുടെ വിധി എന്നത് ആ കുട്ടി ബലിയായി തീരണം. Oh, it pierced their hearts. അത് അവരുടെ ഹൃദയങ്ങളിൽ മുറിവേൽപ്പിച്ചു കാണും. When he was a little baby itself, the cross, he had to bear the cross. കുട്ടി കുഞ്ഞുനാൾ തുടങ്ങി അവന്റെ കുരിശ് ചുമന്ന് തുടങ്ങി. Today in your life also, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും such unjust cross may come in your life. ചിലപ്പോ അങ്ങനെ അന്യായമായ കുരിശുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. From my childhood, this deformity is in my life. എന്റെ കുഞ്ഞുനാൾ മുതൽ ഈ രോഗം എന്നെ ബാധിച്ചിട്ടുണ്ടല്ലോ. This polio has come for me. എനിക്ക് പോളിയോ ബാധിച്ചിട്ടുണ്ടല്ലോ. Oh, I am being affected by this particular disease. എന്നെ പിടിച്ച് ഈ രോഗം തളർത്തിക്കളയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. My life is in a disadvantageous position. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടാകാം. I am in a backward position. ഒരുപക്ഷെ ഒരുപാട് പുറകിലായിരിക്കാം നിങ്ങൾ. When all are progressing, I cannot compete with other children. മറ്റുള്ളവരെല്ലാം, മറ്റുള്ള കുട്ടികളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പിറകിലായി പോകാം. Why this deformity for me? ദൈവമേ, എന്തിനാണ് ഈ ദോഷം എനിക്ക്? Why this lack for me? എന്തിനാണ് എനിക്ക് ഈ കുറവ്? Or you may look at your child and you may say, പക്ഷെ ഇന്ന് നിങ്ങളുടെ കുട്ടികളെ നോക്കി നിങ്ങൾ പറയാം, why my child is born like this? എന്തിനാണ് ഈ കുട്ടി രോഗം ബാധിച്ച് ജനിച്ചത്? Why this genetic disorder? എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് ജനിതക വൈകല്യം വന്നതെന്ന് ചോദിക്കാം. Why this eye problem for my child? എന്തിനാണ് എന്റെ കുട്ടിക്ക് കണ്ണിലെ രോഗം? Why this autism disease for my child? എന്തിനാണ് എന്റെ കുട്ടി ഓട്ടിസം എന്ന രോഗം ബാധിച്ചത്? Why this problem for my child? എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ? Why this cross is laid upon my child? എന്തുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ ഇത്രയും കുരിശുകൾ? Why this suffering is laid upon me unjustly? എന്തുകൊണ്ടാണ് അന്യായമായി കുരിശ് എന്റെ മേൽ ചുമർത്തപ്പെട്ടത്? Many times we shed tears, is it not? പല സമയങ്ങളിലും നമ്മൾ കണ്ണീര് വിട്ട് പ്രാർത്ഥിക്കും. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, today when you look at Jesus Christ, ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ, when he bore that cross unjustly, യേശുക്രിസ്തു ആ കുരിശിനെ അന്യായമായി ചുമന്നപ്പോൾ, when he bore that cross and went up to Golgotha, ആ കുരിശിനെ എടുത്തുകൊണ്ട് ഗൊൽഗൊഥായിലേക്ക് നടന്നപ്പോൾ, oh, look at ആ him. മുഖത്തിലേക്ക് നോക്കിക്കേ, Look at that wounds. അവന്റെ മുറിവുകളിൽ നോക്കിക്കേ. When you look at him and say, help me, Lord. അവനെ നോക്കി നിങ്ങൾ പറയണം, എന്നെ സഹായിക്കണം ദൈവമേ, Help me, എന്നെ Lord. സഹായിക്കണം ദൈവമേ. Help me to bear my cross and follow എന്റെ you. കുരിശ് എടുത്തോണ്ട് ഞാൻ നിന്നെ പിന്തുടർന്ന് വരുവാൻ എന്നെ സഹായിക്കണമെന്ന് പറയണം. He will give you the strength to bear the cross. അവൻ കുരിശ് ചുമക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കൊടുക്കും. Not only that, അത് മാത്രമല്ല, the Bible says, by his stripes we are healed. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. By his wounds and by his bruises we are healed. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. When you look at that cross, നിങ്ങൾ
ക്രൂശിനെ നോക്കുമ്പോൾ from the cross his grace and mercy comes towards us. ആ കുരിശിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ദയയും കൃപയുമാണ്. By his stripes we are അവന്റെ healed. അടിപ്പിണരുകളാൽ നമ്മളെ സൗഖ്യമാക്കി. Strength from the cross comes to us. കുരിശിൽ നിന്ന് നമ്മൾ ശക്തി പ്രാപിക്കും. Hallelujah. ഹല്ലേലൂയ. Do not grumble when you go through the path of the cross. അതുകൊണ്ട് കുരിശിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. Jesus went through that path. യേശുവും അതേ മാർഗത്തിൽ ചെന്നതാണ്. I am also called to go through that path. നമ്മളും തന്നെ ആ കുരിശ് എടുത്തോണ്ട് പോകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. He will help me. ദൈവം നമ്മളെ സഹായിക്കും. He will lift me up. അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. He will in somehow, in some way, he will strengthen me. എങ്ങനെയെങ്കിലും ഏത് രീതിയിലെങ്കിലും കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. You will not be put to shame. കർത്താവ് ഒരിക്കലും നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കത്തില്ല. Hallelujah. ഹല്ലേലൂയ. Secondly, രണ്ടാമതായി നോക്കുമ്പോൾ when the Lord Jesus Christ was only a child, യേശു ക്രിസ്തുവിടെ കുട്ടിക്കാലം നമ്മൾ നോക്കുമ്പോൾ ஒரு பையனாக இந்த ஒரு பையனை அந்த பருவத்தில் இருக்கும் பொழுது, ഒരു ചെറിയ കുട്ടിയായിട്ട് യേശു ക്രിസ്തു ഇരിക്കുന്ന കാലത്തിൽ that time itself the cross was upon him. അപ്പോൾ തന്നെ അവന്റെ മുമ്പിൽ കുരിശുണ്ടായിരുന്നു. Luke chapter 2 verse 42 to verse 43 says, ലൂക്കോസ് 2-ാം അധ്യായത്തിന്റെ 42 മുതൽ 43 വരെ നമ്മൾ വായിക്കുമ്പോൾ, and when he was 12 years old, they went up to Jerusalem according to the custom of the feast. When they had finished the days, as they returned, the boy Jesus lingered behind in Jerusalem, and Joseph and his mother Mary did not know it. ലൂക്കോസ് 2-ന്റെ 42-43 വചനങ്ങൾ. അവന് 12 വയസ്സുള്ളപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. Here this verse says, ഇവിടെ വചനം പറയുന്നു, when Jesus was just 12-year-old boy, യേശു ക്രിസ്തു 12 വയസ്സുള്ള ഒരു ബാലനായി ഇരുന്നപ്പോൾ, 12 വയതുള്ള ഒരു സിറു പയ്യനായി ഇരിക്കയിൽ, he just lingered back in Jerusalem in the temple. 12 വയസ്സുള്ളപ്പോൾ അവൻ യെരൂശലേമിൽ താമസിച്ചു. In those days, അന്നത്തെ സമയം according to the custom of the Jews, യൂദന്മാരുടെ ആചാരം അനുസരിച്ച് Mary and Joseph took the boy Jesus Christ to the temple. മരിയയും യോസേപ്പും ബാലനായ യേശു ക്രിസ്തുവിനെ യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവന്നു. They went as a large group with relatives, friends. Many days they have to travel to അവർ Jerusalem. പെരുന്നാളിനായി കുടുംബമാകെ ബന്ധുമിത്രാദികളോട് ദിവസങ്ങൾ നീളുന്ന യാത്രയാണ്. To observe the feast of Passover. പെസഹ പെരുന്നാളിനാണ് അന്ന് അവർ യെരൂശലേമിലേക്ക് പോയത്. And now they were in Jerusalem, the days of feast was over. ഇപ്പോൾ യെരൂശലേമിൽ അവർ ഉള്ളപ്പോൾ പെരുന്നാൾ കഴിഞ്ഞു. Now time to return back home. ഇപ്പോൾ അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തിരിയണം. And they all together, as usual, as a group, they began to journey. ഒരു കൂട്ടമായി എങ്ങനെ അവർ പോയോ അതുപോലെ തന്നെ അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നു. But Jesus, he lingered behind in Jerusalem itself. പക്ഷേ യേശു ക്രിസ്തു യെരൂശലേമിൽ തന്നെ താമസിച്ചു. And his parents did not know. അവന്റെ അമ്മയപ്പന്മാര് അത് മനസ്സിലാക്കിയിരുന്നില്ല. Because they thought, oh, he might be with our cousins, he may be with here, he may be there with other relatives. കാരണം അവർ ചിന്തിച്ചു കാണും, യേശു ക്രിസ്തു ആ കൂട്ടത്തിൽ എവിടെയോ ഉണ്ടെന്ന് അവർ ചിന്തിച്ചു കാണും. Only after a day journey, they discovered that Jesus Christ is missing. ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് ബാലനായ യേശു അവരുടെ ഒപ്പമില്ല. And what did they do? എന്താണ് ചെയ്തത്? Once again, Mary and Joseph went all the way back to Jerusalem. ഒരിക്കൽ കൂടി മരിയയും യോസേപ്പും യെരൂശലേമിലേക്ക് പോയി. Search for the missing child. കാണാതെ പോയ തങ്ങളുടെ പുത്രന് വേണ്ടി അവർ അവിടെ അന്വേഷിച്ചു. Oh, they're searching everywhere. അവർ യെരൂശലേം മുഴുവനും അവർ തിരഞ്ഞു നോക്കി. After 3 days, they found 3 him. ദിവസത്തിന് ശേഷം അവർ അവനെ കണ്ടു. He was in the temple. യെരൂശലേം ദേവാലയത്തിൽ യേശു ഇരിപ്പുണ്ടായിരുന്നു. Immediately, Mary went back, looked at him and said, അപ്പോൾ തന്നെ മറിയ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, my son, why did you do this to us? എന്റെ പുത്ര, എന്തുകൊണ്ടാണ് ഇത് നീ ചെയ്തത്? Your father and I searched for you so much with much anxiety and worry. നിന്റെ അച്ഛനും ഞാനും ഒരുപാട് ദുഃഖിച്ച് നിന്നെ തിരഞ്ഞു നടന്നു. Why did you stay back? എന്തിനാണ് നീ ഇവിടെ താമസിച്ചത്? My son, why did you stay back? എന്തിനാണ് കുട്ടി നീ ഇവിടെ താമസിച്ചത്? But what reply did Jesus give? യേശുവിന്റെ മറുപടി എന്താണ്? In verse 49 he said, 49-ാം വചനത്തിൽ യേശു പറയുന്നു, Mother, why did you seek me? Did you not know that I must be about my father's business? എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത്
എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. He said, I should be after my father's business. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളതിൽ ഇരിക്കണം എന്ന് യേശു പറഞ്ഞു. When he was 12 years old itself, the burden of the ministry of doing the will of the Father who has sent him was laid upon him. യേശു ബാലനായി ഇരിക്കുമ്പോൾ തന്നെ, 12 വയസ്സുള്ള ബാലനായി യേശു ഇരിക്കുമ്പോൾ തന്നെ തന്റെ പിതാവിന്റെ ഹിതം ചെയ്യണം എന്ന ഭാരം യേശുവിന്റെ മേലുണ്ടായിരുന്നു. Oh, his life was a life of cross. യേശുവിന്റെ ജീവിതം മുഴുവനും കുരിശുള്ള ഒരു ജീവിതമാണ്. In other words, what Jesus is saying to his mother is, യേശു മരിയയോട് എന്താണ് പറയുന്നതെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, I cannot be free and playful just like any other child. ഞാൻ മറ്റുള്ള കുട്ടികളെ പോലെ വിളയാട്ടം ഓർത്തു നിന്ന് എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ നടത്താൻ പോകുന്നില്ല. I cannot be like just another child. ഞാൻ ഏതോ ഒരു കുട്ടീനെ പോലെ അല്ല. A cross is laid upon me. എൻ്റെ മേൽ ഒരു കുരിശ് ചുമത്തപ്പെട്ടിട്ടുണ്ട്. Although I want to spend time with you, mother and my father, എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും സമയം ചെലവാക്കണം, എന്നാലും എൻ്റെ മുൻപിൽ ഒരു കുരിശുണ്ട്. but yet I have to linger back in Jerusalem. അതുകൊണ്ടാണ് ഞാൻ യെരുശലേമിൽ താമസിച്ചത്. I have to fulfill my father's business. ഞാൻ എൻ്റെ പിതാവിന്റെ ഹിതം അത് ഞാൻ ചെയ്തു തീർക്കണം. That is more important to me than anything else in my life. എൻ്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നതാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് പ്രധാനമായ വിഷയം. Don't you know I should be after my father's business? ഞാൻ എൻ്റെ പിതാവിന്റെ ഹിതം ചെയ്യണം എന്ന് നിങ്ങൾ അറിയില്ലേ? That burden is upon me. ആ ചുമതല എൻ്റെ മേലുണ്ട്. That burden is upon me. ആ ചുമതല എൻ്റെ മേലുണ്ട്. Oh, when he was a boy itself, he had to bear the cross. യേശു ബാലനായിരിക്കുമ്പോൾ തന്നെ ആ കുരിശ് യേശുവിന്റെ മേൽ ചുമർത്തപ്പെട്ടു. My dear brothers and എനിക്ക് sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, when you look at Samuel the prophet, നമ്മൾ ശമൂവേൽ പ്രവാചകന്റെ ജീവിതം നോക്കുമ്പോൾ, when you look at his life, when he was as a child itself, he also had to go through the similar path of the cross. ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിലും കുട്ടിക്കാലം തുടങ്ങി ഇതുപോലത്തെ ഒരു ജീവിതമാണ് ശമൂവേലിനും. When you read 1 Samuel chapter 1, 1 ശമൂവേൽ 1-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, his mother Hannah did not have a child for many years. ഹന്ന ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കുട്ടികൾ ഒന്നുമില്ലാതിരിക്കുവാണ്. So she wept in the presence of God. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. She made a vow before the Lord. കർത്താവിന്റെ സന്നിധിയിൽ അവൾ ഒരു നേർച്ച നേർന്നു. If you would give me a male child, ദൈവമേ, നീ എനിക്കൊരു ആൺകുട്ടിയെ തന്നാൽ I will give that child to you. ഞാൻ അവനെ നിനക്കെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. And her prayer was heard. അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. A beautiful male child by the name of Samuel was born. ശമൂവേൽ എന്ന മനോഹരമായ ആൺകുട്ടി ഹന്നയ്ക്ക് കിട്ടി. What does the Bible say about him? തിരുവചനം അവനെ കുറിച്ച് എന്താണ് പറയുന്നത്? 1 Samuel chapter 1 and verse 23 says, 1 ശമൂവേൽ 1:23 വചനം പറയുന്നു, after her mother had weaned him, ഹന്ന തന്റെ പുത്രനായ ശമൂവേൽ മുലക്കുടി നിർത്തിയ ആ സമയത്തിൽ, அவளுக்கு நல்ல பால் கொடுத்து வளர்த்த பிறகு பால் மறந்த உடனே what did she do? ശമൂവേൽ മുലക്കുടി നിർത്തിയ ആ സമയം, When that age came, ശമൂവേലിന് പ്രായമായപ്പോൾ, he took that little son of hers. Probably he might be just 3 years, 4 years old. പക്ഷേ ശമൂവേലിന് അപ്പോൾ 3-4 വയസ്സിന്റെ പ്രായം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. Only 3 or 4 child, just weaned, just had forgotten, taken weaned from her mother. ശമൂവേലിനെ ഹന്ന ദേവാലയത്ത് കൊണ്ടുവരുമ്പോൾ ശമൂവേൽ അപ്പോൾ മുലക്കുടി മറന്ന കുട്ടിയാണ്. Took that little child, ചെറിയ ഒരു ബാലനാണ്. took him to Eli, the elderly priest. കുഞ്ഞു ശമൂവേലിനെ പുരോഹിതനായിരുന്ന ഹേലിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. Left the child with him. പുരോഹിതനായ ഏലിയോട് കുട്ടിയെ വിട്ടു. I just imagine that. ഞാൻ ഇപ്പോൾ ചിന്തിച്ചു നോക്കുവാണ്, How that moment would have been. ആ സാഹചര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുവാണ്. Mother's heart would have been broken. ഹന്നയുടെ ഹൃദയം ആ സമയം എത്രത്തോളം ദുഃഖിച്ചിട്ടുണ്ടാകും. Oh, he would have been ached within her. തന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹന്ന കരഞ്ഞിട്ടുണ്ടാകും. I have to give up my child in this young age. ഞാൻ ഇത്രയും ചെറിയ പ്രായത്തിൽ എന്റെ കുട്ടിയെ വിട്ടുകൊടുക്കണമല്ലോ. As he left the child and went, അവൾ ആ ബാലനെ ഏലിയോട് വിട്ടുപോയപ്പോൾ little Samuel would have wept also. കുഞ്ഞായ ശമൂവേൽ അപ്പോൾ
കരഞ്ഞിട്ടുണ്ടാകാം. Mama, why are you leaving me? അമ്മ എന്തിനാ എന്നെ ഇവിടെ വിടുന്നത്? Why are you leaving me and going away? എന്തിനാണ് എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത്? The child would have cried for his mother. പക്ഷെ ശമൂവേൽ അന്ന് തന്റെ അമ്മയ്ക്കായി കരഞ്ഞിട്ടുണ്ടാകാം. And she would have hardened her heart. ഹന്ന തന്റെ ഹൃദയം കഠിനമാക്കി. I have made a vow before the Lord. അവൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു നേർച്ച ഇട്ടിരുന്നു. My son, there is no other way. I have to leave you. എന്റെ കുഞ്ഞെ, എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ല, നിന്നെ ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. Oh, what a painful moment it would be. എത്ര വേദന നിറഞ്ഞ സാഹചര്യമാണ്. In the young age itself, that little child had to bear a cross. ആ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞു ബാലൻ ക്രൂശ് ചുമന്നു. Had to do the ministry of the Lord. അവൻ അപ്പോൾ തന്നെ ദൈവത്തിനായി അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. When you read 1 Samuel chapter 18, 1 Samuel chapter 2 verse 18 to verse 19. നിങ്ങൾ 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 19 വരെ വായിക്കുമ്പോൾ Samuel, when he ministered before the Lord with Eli the priest. ശമൂവേൽ പുരോഹിതനായ ഹേലിയുടെ ഒപ്പം കർത്താവിനായി ശമൂവേൽ പ്രവർത്തിച്ചു. As he, served the Lord in his presence. ദൈവത്തിന്റെ സന്നിധിയിൽ ശമൂവേൽ നിന്ന് ദൈവത്തെ സേവിച്ചു. He was wearing a linen ephod. അവൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കിയാണ് ഇട്ടത്. In English it says linen ephod, but in Tamil it says sanal nool, jute yarn, a cloth. ഇംഗ്ലീഷിൽ ലിനൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി എന്നാണ് In പറയുന്നത്. a dress made up of, jute. അവന്റെ ഉടുപ്പെന്ന് പറയുമ്പോൾ അത് പഞ്ഞുനൂൽ കൊണ്ട് ചെയ്ത ഉടുപ്പാണ്. And yearly once his mother would come. വർഷത്തിനൊരിക്കൽ അവന്റെ അമ്മ അത് കൊണ്ടുവരും. And she would stitch a small nice dress for him and give it to his small son. അവന് വേണ്ടി ചെറിയ ചെറിയ ഉടുപ്പുകൾ ചെയ്ത് ആ കുഞ്ഞു ബാലന്റെ കയ്യിൽ കൊടുക്കും. He will make him wear ആ that. കുഞ്ഞു ബാലന് അത് ഇട്ട് നോക്കും. Probably he might have looked at his mother and said, ഒരുപക്ഷെ കുഞ്ഞു ശമൂവേൽ അവന്റെ അമ്മയോട് പറഞ്ഞു കാണും, I was only wearing a dress made of jute. ഞാൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി മാത്രമാണ് ധരിക്കുന്നത്. Mother, now only you're giving me a good cloth to wear. അമ്മ, ഇപ്പോഴാണ് നീ എനിക്കൊരു നല്ല ഉടുപ്പ് തരുന്നത്. How much he might have missed the love of his mother. എത്രത്തോളം കുഞ്ഞു ശമൂവേൽ അവന്റെ അമ്മയുടെ സ്നേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. At the young age he has to bear that little the cross. ആ ചെറിയ വയസ്സിൽ തന്നെ ശമൂവേൽ ആ കുരിശ് ചുമന്നു. But what happened in his life? അവന്റെ ജീവിതത്തിൽ എന്താണ് നടന്നത്? Because he bore that cross, ആ കുരിശ് അവൻ ചുമന്നത് കൊണ്ട് a great blessing came in his life. അവന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം വന്നു. 1 Samuel chapter 3 we read, 1 ശമൂവേൽ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ he heard the voice of the Lord. കർത്താവിന്റെ ശബ്ദം കേട്ടു. The Lord called him by the name. ദൈവമായ യഹോവ ശമൂവേലിനെ വിളിച്ചു. In the night time he called him Samuel. രാത്രിയിൽ ശമൂവേലേ എന്ന് അവനെ യഹോവ വിളിച്ചു. Samuel. ശമൂവേലേ. Little Samuel, he heard the voice of God. ബാലനായ ശമൂവേൽ കർത്താവിന്റെ വിളി അവൻ കേട്ടു. 1 Samuel 3 and verse 19 says, ശമൂവേൽ 3:19 ഇങ്ങനെ പറയുന്നു, he grew up to become a prophet. അവൻ വളർന്ന് ഒരു പ്രവാചകനായി മാറി. When at a young age, when he was just a boy around 12 years old, he was already a prophet. 12 വയസ്സുള്ള ഒരു ബാലനായി ശമൂവേൽ ഇരിക്കുമ്പോൾ തന്നെ അവനൊരു പ്രവാചകനാണ്. Hallelujah. Became a mighty prophet in the land. ഇസ്രായേലിലെ ശ്രേഷ്ഠമായ പ്രവാചകനാണ്. Lord Jesus Christ bore the cross when he was a young child. യേശുക്രിസ്തു താൻ ഒരു ബാലനായി ഇരിക്കുമ്പോൾ തന്നെ കുരിശ് ചുമന്നു തുടങ്ങി. I have to do my father's business. ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങൾ നോക്കണം എന്നവൻ പറഞ്ഞു. Oh, more than enjoying with my mother and father. അമ്മയോട് സുഖിച്ച് ജീവിക്കുന്നതിനേക്കാൾ പിതാവിന്റെ ഹിതം ചെയ്യണം. Oh, instead of playing with other children, മറ്റുള്ള കുട്ടികളോടൊപ്പം ചേർന്ന് കളിക്കുന്നതിനേക്കാൾ I have to do my father's business. ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങൾ നോക്കണം. I had to bear the cross at the age of 12. 12 വയസ്സിൽ തന്നെ അവൻ തന്റെ കുരിശ് ചുമന്നു. What happened in his life? ജീവിതത്തിൽ എന്താണ് നടന്നത്? That child grew. കുഞ്ഞ് വളർന്നു. Mark 6 and verse 19 says, 16-ാം അധ്യായത്തിന്റെ 19-ാം വചനം ഇങ്ങനെ പറയുന്നു, he ascended to heaven and he's at the right hand of God. സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു. Philippians chapter 2 and verse 9 says, ഫിലിപ്പിയർ 2:9 പറയുന്നു, the name above all name was given to him. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. At the
name of Jesus, everyone should bow before him. യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ ഏവരും വീഴുന്ന് യേശുവിന്റെ നാമത്തെ നമസ്കരിക്കണം. Hallelujah. Hallelujah. Jesus bore his cross. യേശു തന്റെ കുരിശ് ചുമന്നു. All his life he bore, daily he bore it. തന്റെ ജീവിതം മുഴുവനും ദിവസവും തന്റെ കുരിശ് ചുമന്നു. Looks at you and he says, കർത്താവ് നിങ്ങളോട് പറയുന്നു, you deny yourself, take up your cross and follow me. സ്വയം നീ നിരസിച്ച് കുരിശ് എടുത്തോണ്ട് നടക്കുവാൻ ദൈവം പറയുന്നു. Today are you bearing a cross? ഇന്ന് നിങ്ങൾ ആ കുരിശ് ചുമക്കുന്നുണ്ടോ? Are you bearing a cross in your life? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ കുരിശ് ചുമക്കുന്നുണ്ടോ? Are you bearing reproach and shame? നാണക്കേടും അപമാനവും നിങ്ങൾ ചുമക്കുന്നുണ്ടോ? Because you've accepted the Lord Jesus Christ, are you going through so much trouble? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റതുകൊണ്ട് ഒരുപാട് കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? Are you going through suffering because you lived a righteous life? നീതിയായി ജീവിച്ചതുകൊണ്ട് ഒരുപാട് കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ സഹിക്കുന്നുണ്ടോ? Are you telling the cross I'm bearing is too burdensome for me? ഞാൻ ചുമക്കുന്ന കുരിശിന്റെ ഭാരം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടോ? Oh, in my family I'm going through troubles. എന്റെ കുടുംബത്തിൽ ഒരുപാട് ദുഃഖങ്ങളും കഷ്ടതകളും ഉണ്ടെന്ന് പറയുന്നു. In my workplace I'm going through troubles. എന്റെ ജോലി സ്ഥലത്ത് ഒരുപാട് കഷ്ടതകളുണ്ടെന്ന് പറയുന്നു. In my own family I'm being reproached. എന്റെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഞാൻ അപമാനിക്കപ്പെടുന്നു എന്ന് പറയുന്നു. Are you telling this cross is too burdensome? നിങ്ങൾ പറയുന്നു ഈ കുരിശ് അത് ഒരുപാട് ഭാരമുള്ളതാണെന്ന് പറയുന്നു. Don't be discouraged. നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. A day will ഒരു come. ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരും. You who bear the cross, you will be exalted. കുരിശ് ചുമന്ന നിങ്ങളെ ദൈവം ഉയർത്തും. Today it may be burdensome, ഇന്ന് ഒരു പക്ഷേ അത് ഭാരമായിരിക്കാം. but that cross is able to exalt you. പക്ഷെ ആ കുരിശ് നിങ്ങളെ മഹത്വപ്പെടുത്താൻ പോകുന്നു. That cross will bring a crown in your life. ഈ കുരിശ് നിങ്ങളുടെ ശിരസിന്മേൽ കിരീടം കൊണ്ടുവരും. So don't get discouraged by bearing the cross in your life. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുരിശ് ചുമക്കുന്നതിനെ ഓർത്ത് നിങ്ങൾ നിരുത്സാഹപ്പെടേണ്ട. Today you may say, ഇന്ന് നിങ്ങൾ പറയാം, I could have lived like others. എനിക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാം. I could have lived like the worldly people. ഈ ലോക ജനങ്ങളെ പോലെ എനിക്കും ജീവിച്ചു കഴിയാം. Oh, I could have done this. I could have cheated. ചില അന്യായമായ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടി ജീവിക്കാം. I could have denied Christ. ഒരുപക്ഷെ ഞാൻ ക്രിസ്തുവിനെ നിരസിച്ചാൽ, I could have lived as I want. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ജീവിതം ഞാൻ ജീവിച്ചാൽ, I could have lived a compromising life. വേദനയുമില്ലാതെ സുഖമായിട്ട് എനിക്ക് ജീവിക്കാം. But I am bearing a cross, പക്ഷെ ഞാനോ കുരിശ് ചുമക്കുന്നു. living a God-fearing life. ദൈവത്തിനെ ഭയന്ന് ഞാൻ ജീവിക്കുന്നു. Why this burden for me? എന്തിനാണ് എന്റെ മേൽ ഇത്ര ഭാരം? Why this burden for me? എന്തിനാണ് ഇത്ര ഭാരം എന്റെ മേൽ? Don't get discouraged. നിങ്ങൾ നിരുത്സാഹപ്പെടേണ്ട. A day is coming. ജീവിതത്തിൽ ഒരു ദിവസം വരും, You will be exalted. അന്ന് നിങ്ങളെ മഹത്വപ്പെടുത്തും. Hallelujah. Hallelujah. You will exchange that cross for a great crown. കുരിശിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു കിരീടം പ്രാപിക്കും. Hallelujah. Hallelujah. What a great moment it is going to be. എത്ര സന്തോഷം നിറഞ്ഞതാണ് ആ നിമിഷം. Don't be discouraged. അതുകൊണ്ട് നിരുത്സാഹപ്പെടേണ്ട. Hallelujah. Hallelujah. Thirdly, മൂന്നാമതായി, when he was a young man, യേശു ക്രിസ്തു ഒരു യുവാവായി ഇരിക്കുന്ന സാഹചര്യത്തിൽ he had to bear that cross. അപ്പോഴും യേശു കുരിശ് ചുമന്നു. Luke chapter 3 and verse 23. ലൂക്കോസ് 3:23 Now Jesus himself began his ministry at about 30 years of age. യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രായം 30 വയസ്സായിരുന്നു. When Jesus was 30 years old, യേശു ക്രിസ്തു 30 വയസ്സുള്ള ഒരു യുവാവായി ഇരിക്കുമ്പോൾ he came to the full-time ministry. യേശു ദൈവത്തിനായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. My dear brothers and എനിക്ക് sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, the age of 30 is the age where, a person is established, a person begins to live his life. 30 വയസ്സിലാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തനക്കായ കാര്യങ്ങളൊക്കെ ചെയ്തു വച്ച് തൻ്റെ ജീവിതത്തിൽ സെറ്റിലാകുന്നത്. നമ്മുടെ வாழ்க்கை ഒരു സെറ്റിൽ ആകും. It is a established life. അപ്പോഴാണ് സ്വന്തം ജീവിതം തുടങ്ങുന്നത്. Look at the life of David. ദാവീദിന്റെ ജീവിതം നോക്കിക്കേ. All throughout his youth, his teenage, he was running from cave to cave. തന്റെ യുവപർവം മുഴുവനും ദാവീദ് ചെയ്ത കാര്യം എന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവൻ ഓടിപ്പോയി. He was running for his അവൻ life. തന്റെ ജീവനും കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോയി. But at the age of 30, he was established. 30 വയസ്സിൽ അവൻ രാജാവായി. 2 Samuel 5 and verse 4. 2 ശമൂവേൽ 5-ാം അധ്യായത്തിന്റെ 4-ാം വചനം.
David was 30 years old when he began to reign, and he reigned 40 years. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം വാണു. Hallelujah. ഹല്ലേലൂയ. At the age of 30, his life was settled. 30 വയസ്സിൽ ദാവീദിന്റെ ജീവിതം ശരിയായി. Look at the life of Joseph. യോസേപ്പിന്റെ ജീവിതം ഒന്ന് നോക്കിക്കേ. His life was a troublesome life, a life of suffering and so many agony. അവന്റെ ജീവിതം എന്നത് ഒരുപാട് ദുഃഖങ്ങളും കഷ്ടതകളും നിറഞ്ഞ ഒരു ജീവിതമാണ്. Put in the pit, he was sold as a slave, he was put in the prison and so അവനെ on. കുഴിയിൽ വീഴ്ത്തി, അവന്റെ ചേട്ടന്മാർ അവനെ അടിമയായി വിറ്റു. മിസ്രയീമിൽ കാരാഗൃഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടു. But at the age of 30, his life was settled. 30 വയസ്സായപ്പോൾ അവന്റെ ജീവിതം മാറി. Genesis chapter 41 and verse 46. ഉൽപ്പത്തി 41:46. Joseph was 30 years old when he stood before Pharaoh, the king of Egypt. And Joseph went out from the presence of Pharaoh and went throughout all the land of Egypt. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസേഫ് ഫറവോന്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രയീം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. So at the age of 30, he became the prime minister of Egypt. 30 വയസ്സായപ്പോൾ യോസേഫ് മിസ്രയീമിന്റെ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തിലേക്ക് വന്നു. But at the age of 30, look at the life of Jesus. അതേ 30 വയസ്സിൽ യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കിക്കേ. It is at the time the burdensome cross came upon him. വയസ്സിലാണ് ഭാരമുള്ള കുരിശ് യേശുവിന്റെ മേൽ ചുമർത്തപ്പെട്ടത്. Before he came into this world, യേശു ലോകത്തിന് വരുന്നതിന് മുൻപ് he was equal with അവൻ God. കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നവനായിരുന്നു. Philippians chapter 2 and verse 6 tells us so. ഫിലിപ്പിയർ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ He was equal with God in every respect in the Godhead. എല്ലാ രീതിയിലും യേശുക്രിസ്തു ദൈവമായിരുന്നു, ദൈവത്തോടായിരുന്നു. தேவனுக்கு சரிசமமாய் அவர் எண்ணப்பட்டிருந்தார். അവന്റെ സ്ഥാനത്തിന് സമാനമായാണ് യേശുക്രിസ്തുവിന്റെ സ്ഥാനവും. In Luke chapter 1 and verse 32, ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 33-ാം വചനം വായിക്കുമ്പോൾ when he was born into this world, he came with a glorious title. യേശു ജനിക്കുമ്പോൾ തന്നെ ഒരു മഹത്തായ തലക്കെട്ട് യേശുവിന് ഉണ്ടായിരുന്നു. Came with a பெரிய ஒரு பட்ட பெயரோடு அவர் பிறந்தார். മഹത്തായ നാമം യേശുവിന് ഉണ്ടായിരുന്നു. And what is that? എന്താണ്? He will be great and he will be called the Son of the Highest. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. Oh, all that glory he had. ഈ എല്ലാ മഹത്വങ്ങളും യേശുവിന് ഉണ്ടായിരുന്നു. But at the age of 30, 30 വയസ്സിൽ everything he had to renounce. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാം വിട്ടിട്ട് He had to take up the cross. കുരിശെടുക്കേണ്ട ചുമതല വന്നു. At the age of 30, his suffering began. 30 വയസ്സിൽ യേശുവിന്റെ കഷ്ടത തുടങ്ങി. John chapter 1 and verse 11 says, യോഹന്നാൻ 1:11 വചനം പറയുന്നു, He came to his own and his own rejected him. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. தனக்கு சொந்தமானவரிடத்தில் வந்தார், சொந்தமானவர்கள் அவளை புறக்கணித்தார்கள். Isaiah 53 and verse 3 says, യെശയ്യാവ് 53:3 ഇങ്ങനെ പറയുന്നു, Oh, he was despised and rejected. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. He did mighty miracles and wonders, യേശു മഹത്തായ അത്ഭുത പ്രവർത്തികൾ ചെയ്തു. but he was criticized. പക്ഷെ അതിനായി അദ്ദേഹം നിന്ദിക്കപ്പെട്ടു. In Matthew 9 and verse 24, they mocked him and മത്തായി said, 9-ാം അധ്യായത്തിന്റെ 24-ാം വചനത്തിൽ യേശുവിനെ നിന്ദിച്ചവർ പറഞ്ഞു, By the power of demons, he is casting out demons. പിശാചിന്റെ അധികാരം കൊണ്ടാണ് യേശു പ്രവർത്തിക്കുന്നതെന്ന് അവർ പരിഹസിച്ചു. Matthew 21 and verse 18. മത്തായി 21:18 വചനം. After he finished the ministry and he was returning, തന്റെ ശുശ്രൂഷ കഴിഞ്ഞ് യേശു മടങ്ങി വരുമ്പോൾ Jesus was very, very hungry. യേശു ഒരുപാട് വിശപ്പോടാണ് അവിടെ വരുന്നത്. So hungry. ഒരുപാട് വിശപ്പുണ്ടായിരുന്നു യേശുവിന്. Nobody was there to give even food for him. അവിടെ യേശുവിന് ഭക്ഷണം കൊടുക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. He knows what it means to go through hunger. വിശപ്പിന്റെ കഷ്ടത എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞ ഒരാളായിരുന്നു യേശുക്രിസ്തു. Matthew 8 and verse 20, when you see, മത്തായി 8:20 വചനം വായിക്കുമ്പോൾ Jesus said, I have no place even to rest my head. എനിക്ക് തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. No permanent place for me. ഒരു വീട് യേശുവിന് ഇല്ലായിരുന്നു. All the time I am wandering here and ഓരോ there. സ്ഥലത്തായി അലഞ്ഞു തിരിയുന്നവനായിരുന്നു യേശു. Oh, no sleep for me. കിടക്കാൻ പോലും സ്ഥലമില്ല. All night I am praying before my Father. രാത്രി മുഴുവനും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. All the day long I am working and working and working, going from one village to another. പകൽക്കാലങ്ങളിൽ
ഒരുപാട് പണിയെടുക്കുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്ന് പ്രവർത്തിക്കുന്നു. Do you know when he will get the time to sleep? യേശുവിന് ഉറങ്ങാൻ ലഭിക്കുന്ന സമയം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? எப்போ ஒரு உறங்குறதுக்கு நேரம் கிடைக்கும் தெரியுமா? When do you know when he get the time to sleep? യേശു എപ്പോഴാണ് ഉറങ്ങിയിരുന്നത് എന്ന് അറിയാമോ? Matthew chapter 8 verse 23 to verse 27 when we read. മത്തായി 8-ാം അധ്യായത്തിന്റെ 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ When they say the disciples were going in the boat, പടകിൽ കയറി ശിഷ്യന്മാരോട് ഒരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ he was so fatigued, so tired. ഒരുപാട് ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് യേശു ആ പടകിലാണ് ഉറങ്ങിയത്. அவ்வளவு களைப்பு, சரீரத்தில் அவ்வளவு களைப்பு இருந்தபடினாலே he slept in the boat itself. ആ പടകിൽ തന്നെ യേശു ഉറങ്ങി. That is the time he can have some sleep. അങ്ങനെ ചില സമയങ്ങളിലാണ് യേശുവിന് ഉറക്കം കിട്ടിയിരുന്നത്. Some people will say, ചിലരൊക്കെ പറയാം, so much work. എനിക്ക് ഒരുപാട് പണികൾ എടുക്കാനുണ്ട്, கொஞ்சம் அப்படியே எங்கேயாவது தூங்கினா நல்லா இருக்கும். എവിടെയെങ്കിലും ഇച്ചിരി നേരം ഇരുന്നാ കൊള്ളാമായിരുന്നു. Sometime going in the train itself is ചിലർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോകും. oh, somewhere they're going in the bus, they will sleep. ബസ്സിൽ പോകുമ്പോൾ ചിലരൊക്കെ ഉറങ്ങിപ്പോകും. All the night I'm working in this project. രാത്രി മുഴുവനും ഞാൻ പണിയെടുത്തു, Morning I have to get up and do this responsibility. രാവിലെ എഴുന്നേറ്റ് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം. கொஞ்சம் கண்ணை மூடி தூங்க கூட நிம்மதியா தூங்க கூட முடியலங்க. I cannot even sleep a little while. കുറച്ചു നേരം കണ്ണടയ്ക്കാൻ പോലും സമയമില്ല. Jesus slept in the boat and the storm came. യേശു പടകിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ അവിടെ വലിയ ഓളം ഉണ്ടായിരുന്നു. And the disciples woke him up. ശിഷ്യന്മാർ അവനെ ഉണർത്തി. Don't you care, Master, that we are perishing? കർത്താവേ, രക്ഷിക്കണമേ എന്നവർ പറഞ്ഞു. No sleep for him. അവന് ഉറക്കം കിട്ടിയിരുന്നില്ല. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, such a holy Son of God, the Son of the Most High. ദൈവത്തിന്റെ പുത്രനാണ്, അത്യുന്നതന്റെ പുത്രനാണ് യേശു. He had to bear that cross. അവൻ അവന്റെ കുരിശ് ചുമന്നു. And you know with whom they identified Jesus Christ? യേശുവിനെ ആരോട് അടയാളപ്പെടുത്തി എന്നറിയാമോ? Jesus Christ is the holy Son of the living God. യേശു അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായിരുന്നു. But they identified him with sinners. പക്ഷെ പാപികളോട് യേശുവിനെ അടയാളപ്പെടുത്തി. Who is Jesus Christ? ആരാണ് യേശു ക്രിസ്തു? Hebrews chapter 7 and verse 26 says, ഇബ്രായർ 7-ാം അധ്യായത്തിന്റെ 26-ാം വചനം, He is holy Son of God, separate from sinners. അവൻ വിശുദ്ധമായ ദൈവത്തിന്റെ പുത്രനാണ്, പാപികളോട് വേർവിട്ടവൻ എന്ന് തിരുവചനം പറയുന്നു. அவர் பரிசுத்தமும் குற்றமுள்ளவரும் மாசில்லாதவரும் பாவிகளுக்கு விலகினோனவருமாய் இருந்தார். He is separate from sinners. പവിത്രനായിരുന്നു, നിർദോഷനായിരുന്നു, നിർമ്മലനായിരുന്നു. But when he was in this world, യേശു ഈ ലോകത്തുള്ളപ്പോൾ, Isaiah 53 and verse 12 says, യെശയ്യാവ് 53:12 പറയുന്നു, he was numbered with the transgressors. അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. They looked him as a sinner. യേശുവിനെ പാപിയായവർ കണ്ടു. They called him as a friend of the sinners. യേശുവിനെ പാപികളുടെ സുഹൃത്ത് എന്ന് വിളിച്ചു. They reproached him like that. യേശുവിനെ അങ്ങനെ അവർ അപമാനിച്ചു. Look at the humility of Jesus Christ. യേശുവിന്റെ വിനയം ഒന്ന് നോക്കിക്കേ. He is such a holy Son of God. യേശു ദൈവത്തിന്റെ പവിത്രമായ പുത്രനാണ്. But never he felt ashamed to be identified with other sinners. പക്ഷെ പാപികളോട് അടയാളപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിന് ഒരിക്കലും അപമാനമായി തീർന്നില്ല. அடையாளப்படுத்திக் கொள்வதில் அவர் கூச்சப்படவில்லை, வெக்கப்படவில்லை. When you read Acts chapter 19 verse 3 to verse 4, അപ്പോസ്തല നടപടികൾ 19:3 മുതൽ 4 വരെ വായിക്കുമ്പോൾ, the baptism of John was for sinners. യോഹന്നാന്റെ സ്നാനം അത് പാപികൾക്കുള്ളതായിരുന്നു. And the sinners to repent, that baptism of John was there. പാപികൾ മനസ്സു മാറുവാൻ ആണ് യോഹന്നാൻ സ്നാനം കൊടുത്തത്. And in Matthew chapter 3 verse 13 to verse 17 when you read, മത്തായി 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെ വായിക്കുമ്പോൾ, John the Baptist was giving baptism for the sinners in the river of Jordan. യോഹന്നാൻ സ്നാപകൻ പാപികൾ വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടി യോർദാനിൽ സ്നാനം കൊടുത്തു. Big group or a big queue of sinners were standing there. അവിടെ ഒരു വലിയ കൂട്ടം പാപികൾ ഉണ്ടായിരുന്നു. And where was Jesus found? യേശു എവിടെയാണ് നിന്നത്? This holy Son of God, ദൈവത്തിന്റെ പവിത്രമായ പുത്രൻ, separate from sinners, പാപികളോട് വേർവിട്ടവൻ, such a holy and pure God, അത്രയും വിശുദ്ധവും പവിത്രവുമായ പുത്രൻ, he was standing one among with all the other sinners in that group. പാപികളുടെ കൂട്ടത്തിന്റെ നടുക്കാണ് അവിടെ യേശു നിന്നുകൊണ്ടിരുന്നത്. அந்த பாவிகள் கும்பல்ல இவரும் ஒருவராய் அங்கு நின்று கொண்டிருக்கிறதை இந்த யோவான் ஸ்தானகன் கண்டு அவன் கலங்கி போனான். He was completely troubled when he saw Jesus, the holy Son of God, standing along with sinners. ദൈവത്തിന്റെ വിശുദ്ധമായ പുത്രനെ പാപികളുടെ നടുക്ക് കണ്ടപ്പോൾ
യോഹന്നാൻ സ്നാപകൻ അവിടെ ദുഃഖിച്ചതായി കാണുന്നു. He ran to him and said, അവൻ യേശുവിനോട് ഓടിച്ചെന്നു. അവരുടെ ഓടി പോയി சொன்னார், അവനോട് ഓടിച്ചെന്ന് പറഞ്ഞു, you should baptize me, you are coming to me to be baptized. ദൈവമേ, നീയാണ് എനിക്ക് സ്നാനം കൊടുക്കേണ്ടത്, നീ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്? I am not even worthy to remove your sandal strap. ചെരുപ്പ് ചുമപ്പാൻ പോലും ഞാൻ മതിയായവൻ അല്ല. But you are coming and standing here. പക്ഷെ നീയോ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുവല്ലോ. Jesus said, യേശു അവനോട് പറഞ്ഞു, this cross also I have to ഈ bear. കുരിശിനെയും ഞാൻ ചുമന്നിരിക്കണം. I have to fulfill all righteousness. എല്ലാ നീതിയും ഞാൻ നിവർത്തി ചെയ്തിരിക്കണം. Let me also be baptized just like these sinners. മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും സ്നാനം കൊടുക്കുക. My dear brothers and പ്രിയപ്പെട്ട sisters, സഹോദരങ്ങളെ, during 1981, 1981 വർഷം President Ronald Reagan was the president of the United States of America. അമേരിക്കയുടെ ജനാധിപതിയായി ഇരുന്നത് റൊണാൾഡ് റീഗനാണ്. And during his presidency, a great recession came to United States of America. അദ്ദേഹം ജനാധിപതിയായി ഇരുന്നപ്പോൾ അമേരിക്ക ഒരുപാട് പിൻവാങ്ങിപ്പോയി. Many people lost their ഒരുപാട് job. പേർക്ക് അവരുടെ ജോലി നഷ്ടമായി. Many people were standing before the employment exchange office with application in their hands. ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ വാതിക്കൽ അവരുടെ അപേക്ഷയും കൊണ്ട് നിന്നിരുന്നു. Big crowd was there. ഒരു വലിയ കൂട്ടം തന്നെ അങ്ങനെ നിന്നിരുന്നു. Big queue was standing there. ഒരു വലിയ കൂട്ടം ജനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. And the president's son, Ron Reagan, he was standing along in that queue with others. ആ ജനാധിപതിയുടെ പുത്രനായ റോൺ റീഗനും ആ ക്യൂവിൽ ഉണ്ടായിരുന്നു. Some of the media people, the newspaper people found him standing in that queue. ചില മാധ്യമ പ്രവർത്തകർ റോൺ റീഗൻ അവിടെ നിൽക്കുന്നത് അവർ കണ്ടു. They went and they asked him, അവന്റെ അടുത്ത് ചെന്ന് അവർ ചോദിച്ചു, "Sir, you are the son of the president of the United States. You are standing here." സാർ, നിങ്ങൾ അമേരിക്കാവിന്റെ ജനാധിപതിയുടെ പുത്രനാണ്, നിങ്ങൾ എന്തിനാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്? Why are you standing here? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? He said, "I am also standing here to get a job." അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നതും എനിക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ്. அந்த பிரதமருடைய மகன் அவர் என்ன பதில் சொன்னார் என்றால், நானும் வேலை கிடைக்கிறதுக்கு நானே இங்கே கியூவில் நிற்கிறேங்கய்யா அப்படின்னு. So, everyone was stunned. ആ ഉത്തരം കേട്ട് എല്ലാവരും നെട്ടിപ്പോയി. They went and asked the president, അവർ ജനാധിപതിയോട് ഈ കാര്യം ചോദിച്ചു, "Can't you give a job for your son?" നിങ്ങളുടെ പുത്രന് നിങ്ങൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കാമേലേ എന്നവർ ചോദിച്ചു. Or good job you can't give for your son. നിങ്ങളുടെ പുത്രന് ഒരു നല്ല ജോലി നിങ്ങൾ കൊടുക്കാമേലേ? But President Ronald Reagan said, ജനാധിപതി റൊണാൾഡ് റീഗൻ ഇങ്ങനെ പറഞ്ഞു, "I am willing to give a job for my son." എനിക്ക് എന്റെ പുത്രന് ഒരു നല്ല ജോലി കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്. But he said, പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, "No daddy, let it not be so. അച്ഛാ, എനിക്ക് അങ്ങനെ വേണ്ട. Let me also, just like other people, let me search a job and find a job for my son." മറ്റുള്ളവരെ പോലെ ഞാനും എനിക്ക് വേണ്ടി ഒരു ജോലി അന്വേഷിച്ച് ഞാൻ കണ്ടെത്തിക്കൊള്ളാം. Let me also go through that path. ജോലി അന്വേഷിക്കുന്ന മാർഗത്തിൽ ഞാനും ചെല്ലാം. Let me also go through that difficulty. ഞാനും ആ കഷ്ടതകൾ എല്ലാം സഹിക്കാം. Let me also go and stand in that queue. ഞാനും ആ വലിയ ക്യൂയിൽ ചെന്ന് നിൽക്കാം. My dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, Jesus may be the Son of the living God, യേശു ദൈവത്തിന്റെ ഏക വിശുദ്ധ പുത്രനായിരിക്കാം, holy and blemishless and separate from sinners. ഒരു കുറ്റമില്ലാതെ നിർമ്മലനായ പവിത്രമായ ദൈവത്തിന്റെ പുത്രൻ. But he bore the cross at the age of 30. പക്ഷെ 30 വയസ്സിൽ തന്റെ കുരിശ് യേശു ചുമന്നു. He went through all difficulties that an average man would go through. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളും യേശു ക്രിസ്തു 30ാമത്തെ വയസ്സിൽ സഹിച്ചു. He tasted hunger. യേശു നമ്മൾ എല്ലാവരെയും പോലെ വിശപ്പ് സഹിച്ചു. Oh, you may say there is no permanent place for me. നിങ്ങൾ ഒരുപക്ഷെ പറയാം, എനിക്കൊരു സ്വന്തം വീട് ഇല്ല എന്ന്. I am a person care of platform, you may say. ഞാൻ എന്ന വ്യക്തി കെയർ ഓഫ് പ്ലാറ്റ്ഫോം എന്ന് നിങ്ങളിൽ ചിലർക്ക് പറയാം. Oh, that is the only place for me. എനിക്കിപ്പോൾ ഉള്ള സ്ഥലം അതാണെന്ന് പറയാം. No permanent house. എനിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല. He knows what it means to go through that path. ആ കഷ്ടത എന്താണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. He knows what is to be tired. പണിയെടുത്ത് തളർന്നു പോകുന്നതിന്റെ കഷ്ടത എന്താണെന്ന് യേശുവിന് അറിയാം. He knows what is to be sleepless. ഉറക്കമില്ലാതെ പണിയെടുക്കുന്നതിന്റെ കഷ്ടത എന്താണെന്ന് യേശുവിന് അറിയാം. He was identified
identified with sinners. പാപികളോടാണ് യേശു അടയാളപ്പെടുത്തപ്പെട്ടത്. He was standing along with the other group of sinners. യേശു പാപികളുടെ കൂട്ടത്തിന്റെ നടുക്കിലാണ് നിന്നുകൊണ്ടിരുന്നത്. He was numbered one with the transgressors. പാപികളിൽ ഒരാളായാണ് യേശുവിനെ എണ്ണിയത്. He bore that cross. യേശു ആ കുരിശ് ചുമന്നു. My dear brothers and sisters, പ്രിയമുള്ള സഹോദരങ്ങളെ, today when you say I am going through the path of difficulty, നിങ്ങൾ പറയുമ്പോൾ ഞാൻ കഷ്ടതയുടെ മാർഗത്തിലാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ, oh I have no job, what I am going to do? എനിക്കൊരു ജോലിയില്ലല്ലോ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? Will God help me? ദൈവം എന്നെ സഹായിക്കുമോ? He knows the pain you're going through. ദൈവത്തിന് നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. He knows the lack that you're going through. ദൈവത്തിന് നിങ്ങളുടെ ഇല്ലായ്മ നന്നായിട്ട് അറിയാം. Are you identified with wrong people? ഒരുപക്ഷേ നിങ്ങളിൽ ചിലർ പാപികളോടായിരിക്കും അടയാളപ്പെടുത്തപ്പെടുന്നത്. Oh, you may live be a faithful partner for your life partner. ജീവിത പങ്കാളിക്ക് വിശ്വസ്തരായിരിക്കാം. உங்களுடைய வாழ்க்கை துணைக்கு நீங்க உண்மை உள்ளவர்களாக இருக்கலாம். But at the same time you may be accused falsely. ജീവിത പങ്കാളിയോട് സത്യസന്ധമായി നിന്നും നിങ്ങളെ കുറ്റപ്പെടുത്തും. Oh, they may say you are unfaithful to me. ചില സമയങ്ങളിൽ നിങ്ങൾ സത്യസന്ധതയോട് ഇല്ല എന്ന് അവർ പറയും. They may talk wrong things about you. നിങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ അവർ പറയും. Damage your name and reputation. നിങ്ങളുടെ പേര് അവർ കെടുക്കുന്ന വിധത്തിൽ അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കും. Oh, so much reproach may come in your life. നിങ്ങളുടെ ജീവിതത്തിൽ പലർ നിങ്ങളെ നിരസിക്കാം, നിങ്ങളെ അപമാനിക്കാം. Jesus was identified with sinners. യേശു പാപികളോടാണ് അടയാളപ്പെടുത്തപ്പെട്ടത്. Oh, he bore that cross. യേശു ആ കുരിശ് ചുമന്നു. You may today may be in debt problem. ഒരുപക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് കടൻ ഭാരം ഉണ്ടാകാം. You may be worried about so many things. പല കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിതരാകാം. Jesus went through that path. യേശു ആ മാർഗത്തിൽ നടന്നിരുന്നു. He is able to help you today. യേശുവിനെ കൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കും. He not only took the cross and went up to Golgotha. ഗോൽഗോഥായ്ക്ക് മാത്രമല്ല യേശു കുരിശ് ചുമന്നുകൊണ്ട് പോയത്. Every day he bore the cross daily. ഓരോ ദിവസവും അവന്റെ കുരിശ് അവൻ ചുമന്നുകൊണ്ടേയിരുന്നു. Today are you bearing a cross? ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുരിശ് ചുമക്കുന്നു. Are you burdened with so many cares of this world? നിങ്ങൾ ഈ ലോകത്തിന്റെ ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നു. Jesus knows the path you are going through. നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന മാർഗം യേശുവിന് അറിയാം. Do not worry, he is able to help you. ദുഃഖിക്കേണ്ട, യേശുവിനെ കൊണ്ട് നിങ്ങൾക്ക് സഹായിക്കുവാൻ സാധിക്കും. Because in all your affliction he was afflicted. കാരണം നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ ദുഃഖം ചുമന്നു. Hallelujah. Hallelujah. Today when you cry out to him, നിങ്ങൾ ദൈവത്തിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, God, I am unable to bear this burden. ദൈവമേ ഈ ഭാരം എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, Family burden is upon me. കുടുംബ ഭാരം ഇപ്പോൾ എന്റെ ചുമതലയാണ്. Children burden is upon me. കുട്ടികളുടെ ഭാരം ഇപ്പോൾ എന്റെ മേലാണ്. The sickness is as a burden for me. രോഗത്തിന്റെ ഭാരം എന്റെ മേലാണ്. Today whatever may be your burden, ഇന്ന് നിങ്ങളുടെ ഭാരം എന്ത് തന്നെ ആയാലും ശരി, look at the cross of Jesus Christ. യേശു ചുമന്ന ആ കുരിശ് നിങ്ങൾ നോക്കിക്കേ. Today he gives you strength. ഇന്ന് യേശു നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു. He is able to help you. നിങ്ങളെ സഹായിക്കുവാൻ യേശുവിന് സാധിക്കും. Finally I say one more thing and close. അവസാനമായി ഞാൻ നിങ്ങളോട് പറയുന്നു, In the garden of Gethsemane, ഗെത്സമനെ തോട്ടത്തിൽ that cross came upon him. യേശുവിന്റെ മേൽ കുരിശ് ചുമർത്തപ്പെട്ടു. Matthew 26 verse 38 and verse 39 we shall read. മത്തായി 26:38-39 വചനം. He said to them, അവൻ അവരോട് പറഞ്ഞു, My soul is exceedingly sorrowful even to death. Stay here and watch with me. He went a little further and fell on his face and prayed, saying, Oh my Father, if it is possible, let this cup pass from me. Nevertheless, not as I will, but as you will. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി ഇരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരുപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുൻപോട്ട് പോയി കവിഞ്ഞു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്ന് തിരുവചനം ഇവിടെ പറയുന്നു. My dear brothers and sisters, എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ, Jesus, when he came to the end of his earthly ministry, യേശു തന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ അവസാന പകുതിയിൽ വന്നിരിക്കുമ്പോൾ, until then he lived a selfless life. അതുവരെ നിസ്വാർത്ഥതയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. He had no self will or self ambition of himself. തനിക്കെന്ന് പറയുന്ന ഒരു ആഗ്രഹമോ ഒരു ലക്ഷ്യമോ യേശുവിന് ഇല്ലായിരുന്നു. He was a person completely dead to self will. തന്റെ സ്വയ ആഗ്രഹങ്ങളെ മുഴുവനുമായി നിരസിച്ച മനുഷ്യനാണ്. In John 5 and verse 19 Jesus said, എന്നാൽ 5-ാം അധ്യായത്തിന്റെ 19-ാം വചനം പറയുന്നു, and verse 20 also, 20-ാം വചനവും പറയുന്നു, I don't do anything on my own accord. പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Whatever I see my Father do, that I do in this world. പിതാവ് ചെയ്യുന്നതെല്ലാം
പുത്രനും അവണ്ണം ചെയ്യുന്നു എന്ന് തിരുവചനം പറയുന്നു. Whatever he does, that only I do. പിതാവ് എന്തൊക്കെ ചെയ്യുന്നോ അത് മാത്രമാണ് പുത്രനും ചെയ്യുന്നത്. He had no will of himself. തനിക്ക് സ്വന്തമായ ഇഷ്ടങ്ങളോ ആഗ്രഹമോ ഉണ്ടായിരുന്നില്ല. He bore the cross in his life. തന്റെ ജീവിതത്തിൽ തന്റെ കുരിശ് യേശു ചുമന്നു. But when he came to Gethsemane, ഗെത്സമനെ തോട്ടത്തിൽ വന്നപ്പോൾ, when the sins of the whole world, past, present and future, came upon him, കഴിഞ്ഞ കാലങ്ങളുടെയും വർത്തമാനകാലത്തിന്റെയും ഭാവിയുടെയും പാപങ്ങൾ, സകല ലോകത്തിന്റെയും പാപങ്ങൾ യേശുവിന്റെ മേൽ ചുമർത്തപ്പെട്ടു. the sin of whole mankind came upon him. സകല മനുഷ്യരുടെയും പാപം യേശുവിന്റെ മേൽ ചുമർത്തപ്പെട്ടു. His soul was exceedingly sorrowful. അവന്റെ ആത്മാവ് അതിദുഃഖിതമായി എന്നാണ് തിരുവചനം പറയുന്നത്. He could not even walk. അവനെ കൊണ്ട് നടക്കാൻ പോലും സാധിച്ചില്ല. He just walked just a little distance and fell on his face. ശിഷ്യന്മാരിൽ നിന്ന് ഇച്ചിരി അകലെ ചെന്ന് അവൻ കവിഞ്ഞു വീണു. And in Luke chapter 22 and verse 44 we read, ലൂക്കോസ് 22-ാം അധ്യായത്തിന്റെ 42-ാം വചനം പറയുന്നു, his agony in his soul was so much. അവൻ ആത്മാവിൽ നിന്ന് പ്രാണവേദനയാണ് അവൻ അവിടെ സഹിച്ചത്. His sweat became as swelling blood. അവന്റെ വിയർപ്പിലൂടെ രക്തം ചൊരിഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. In that agony he looked at the Father and he cried and prayed. ആ ദുഃഖത്തിലാണ് പിതാവിനെ നോക്കി യേശു കർത്താവ് പ്രാർത്ഥിച്ചത്. This burden of the cross is too heavy for me. ക്രൂശിന്റെ ഭാരം എന്നെ കൊണ്ട് സഹിക്കാവുന്നതിലും അധികമാണ്. If it is possible, take away this cup from me. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണം എന്ന് അവൻ പ്രാർത്ഥിച്ചു. I know I'm going to be whipped. എനിക്കറിയാം ഞാൻ അടിക്കപ്പെട്ട് നൊരുക്കപ്പെടാൻ പോകുന്നു. I know I'm going to be beaten. എനിക്കറിയാം അവർ എന്നെ അടിച്ചിടാൻ പോകുന്നു. I have to fight a spiritual battle. ഞാൻ ആത്മീകമായ യുദ്ധം ഇവിടെ ചെയ്യണം. Nails are going to be driven in my hand and my feet. എന്റെ കൈകളിലും കാലിലും ആണികൾ അടിച്ചമർത്തപ്പെടും. I have to face the reproach. ജനങ്ങൾ എന്നെ നിരസിക്കും. 6 hours I have to suffer on the cross. 6 മണിക്കൂർ അക്കുരിശിൽ ഞാൻ വേദന സഹിക്കണം. Oh Father, ദൈവമേ, I can't bear this burden. കൊണ്ട് ഈ ഭാരം ചുമക്കുവാൻ സാധിക്കില്ല. If it is possible, കാര്യം സാധിക്കും എങ്കിൽ all things are possible with you, Father. എന്നെ കൊണ്ട് എല്ലാം സാധിക്കും പിതാവേ. Let this cup pass away from me. പാനപാത്രം എന്നിൽ നിന്ന് മാറണമേ. He was waiting for a positive reply. നല്ല മറുപടിയിനായി യേശു അവിടെ കാത്തുനിന്നു. He was waiting for a good reply from the Father. പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരു നല്ല മറുപടിയിനായി അവൻ കാത്തുനിന്നു. But that time no prayer was answered from the Father. പക്ഷെ പിതാവ് അവന്റെ പ്രാർത്ഥന അവിടെ കേട്ടിരുന്നില്ല, മറുപടി കൊടുത്തില്ല. No answer came from the Father. പിതാവിന്റെ അടുത്ത് നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല. Can you imagine നിങ്ങൾ ആ that? സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. Son of the living God is praying. ജീവനുള്ള ദൈവത്തിന്റെ ഏകപുത്രനാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. Equal with God in every respect in the Godhead. പിതാവായ ദൈവത്തിന്റെ യഹോവയുടെ സമനാണ് അവിടെ ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത്. His prayer is not അവന്റെ answered. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. Answer did not come. യേശുവിന് മറുപടി ലഭിച്ചില്ല. That cross, that burden was not lifted up. കുരിശ് അവനിൽ നിന്ന് നീങ്ങിപ്പോയില്ല. Matthew 26 verse 42 to verse 46 we read. മത്തായി 26:42 മുതൽ 46 വരെ ഇങ്ങനെ പറയുന്നു. 3 times Jesus prayed like that. 3 തവണ യേശു അങ്ങനെ പ്രാർത്ഥിച്ചു. Heaven was silent for him. സ്വർഗ്ഗത്തിൽ നിന്ന് അവന് മറുപടി ലഭിച്ചില്ല. No answer came. ഒരു മറുപടിയും ലഭിച്ചില്ല. That time Jesus knew. അപ്പോൾ യേശുവിനെ അറിയാം. Through that unanswered prayer, he knew the will of the Father. മറുപടി ലഭിക്കാത്ത ആ പ്രാർത്ഥനയിലൂടെ യേശുവിന് പിതാവിന്റെ ഹിതം എന്താണെന്ന് മനസ്സിലായി. Hallelujah. What is the will of the Father? എന്താണ് പിതാവിന്റെ ഹിതം? It is the will of the Father that he has to go to the cross, suffer and die for the mankind. പിതാവിന്റെ ഹിതമാണ് യേശു കുരിശ് ചുമന്ന് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിക്കണം. Suffer and die on the cross. യേശു കുരിശിൽ കഷ്ടപ്പെടണം, കുരിശിൽ അവൻ മരിക്കണം. That he knew at that moment. അപ്പോൾ തന്നെ യേശുവിന് അത് മനസ്സിലായി. At the time he said, അപ്പോൾ യേശു പറഞ്ഞു, nevertheless not I will, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല, let your will be done. പിതാവ് ഇച്ഛിക്കുന്ന പോലെ നടക്കട്ടെ, Let your will be done. പിതാവിന്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. That time the burden of the cross came upon him. അപ്പോൾ കുരിശിന്റെ ഭാരം അവന്റെ മേൽ ചുമർത്തപ്പെട്ടു. Jesus knew there is no turning back. He has to go to Golgotha. യേശുവിന് അറിയാം ഇനി ഒരു തിരിച്ചുവരവില്ല.
അവൻ ഗൊൽഗോഥായിലേക്ക് ചെല്ലണം. I have to shed my blood for the mankind. മനുഷ്യർക്ക് വേണ്ടി ഞാൻ എന്റെ രക്തം ചൊരിയണം. It was not a painless death. അത് കഷ്ടം ഇല്ലാത്ത ഒരു മരണം അല്ല. No anesthesia was given to him. വേദന മറവിക്കുന്ന ഒരു കാര്യം അവന് കൊടുത്തില്ല. Oh, many think, oh, when the Son of God, he went to the cross, Father made his Son Jesus Christ to forget all the pain. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, പിതാവ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുരിശിലേക്ക് കൊണ്ടുപോയപ്പോൾ അവന്റെ വേദന അത് പിതാവ് സഹിക്കാൻ വിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കാം. No, the Bible says, വചനം പറയുന്നു, 1 Peter chapter 4 and verse 1, പത്രോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വചനം, Christ യേശു suffered. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. Hallelujah. ഹല്ലേലൂയ. He suffered every എല്ലാ pain. കഷ്ടതകളെയും യേശു സഹിച്ചു. Every bit of agony he suffered on the cross. കുരിശിൽ യേശു എല്ലാ ദുഃഖങ്ങളെയും സഹിച്ചു. He bore it completely on the cross. എല്ലാ കഷ്ടതകളെയും ദുഃഖത്തെയും യേശു സഹിച്ചു. My dear brothers and പ്രിയപ്പെട്ട sisters, സഹോദരങ്ങളെ, today in your life you may go through that path. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ആ മാർഗത്തിലൂടെ ആയിരിക്കും ചെല്ലുന്നത്. I'm unable to endure this pain. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെ സഹിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങൾ, I have no strength to undergo another surgery. ഇനിയൊരു സർജറി ചെയ്യാനുള്ള ശക്തിയൊന്നും എന്റെ ദേഹത്തിൽ ഇല്ല എന്ന് നിങ്ങൾ പറയാം. I can't bear this pain in my body. ഈ രോഗത്തിനെ എന്റെ ദേഹത്ത് ചുമക്കാൻ വയ്യ. This burden is too heavy for me. ഇത് എന്നെ കൊണ്ട് സഹിക്കാഞ്ഞതിലും അധികമാണ്. I can't bear this reproach anymore. എന്നെ കൊണ്ട് ഈ അപമാനങ്ങൾ പരിഹാസങ്ങൾ സഹിക്കാമല്ല. I want to just go and commit suicide, you may say. സമയങ്ങളിൽ ആത്മഹത്യ ചെയ്യാൻ പോലും നിങ്ങൾ ചിന്തിക്കും. I cannot live in this world anymore. എനിക്ക് ലോകത്ത് ഇനി ജീവിക്കണ്ട. I cannot face my failures. എനിക്ക് എന്റെ പരാജയങ്ങളെ സഹിക്കാൻ വയ്യ. Oh, so many agony may be in your heart. ഒരുപാട് ദുഃഖങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. But today when you look at the cross of Jesus Christ, ഇന്ന് നിങ്ങൾ യേശുവിന്റെ കുരിശ് നോക്കുമ്പോൾ he went through that path. മാർഗത്തിൽ യേശു നടന്നു. Looks at you and he says, അതുകൊണ്ട് യേശു നിങ്ങളോട് പറയുന്നു, my son, my daughter, പ്രിയമുള്ള കുട്ടികളെ, you take up the cross and follow me. നിങ്ങളുടെ കുരിശെടുത്തോണ്ട് നിങ്ങൾ എന്നെ പിന്തുടരണം. You may say, I don't have the strength to bear it, നിങ്ങൾ Lord. പറയാം, എനിക്ക് പോതിയ ശക്തിയില്ല ദൈവമേ എന്ന്. Unable to bear it, Lord. എന്നെ കൊണ്ട് ഇതിനെ സഹിക്കാൻ വയ്യ എന്ന് പറയാം. It is there he comes and helps you. അപ്പോഴാണ് യേശു നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ സഹായിക്കുന്നത്. Hallelujah. Hallelujah. He strengthens അവൻ you. നിങ്ങളെ ശക്തിപ്പെടുത്തും. He heals അവൻ you. നിങ്ങളെ സുഖപ്പെടുത്തും. He lifts you up. അവൻ നിങ്ങളെ ഉയർത്തും. He wipes your അവൻ tears. നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കും. He exalts അവൻ you. നിങ്ങളെ മഹത്വപ്പെടുത്തും. He is able to deliver you today. ഇന്ന് നിങ്ങൾക്ക് വിടുതൽ കൊടുപ്പാൻ അവന് സാധിക്കും. Hallelujah. Hallelujah. Today look at the cross of Jesus Christ and say, യേശുവിന്റെ കുരിശ് നോക്കി നിങ്ങൾ പറയണം, you hung for me, Lord. ദൈവമേ നീ എനിക്ക് വേണ്ടി മരിച്ചു. Not just one day he hung on the ഒരു cross. ദിവസം മാത്രമല്ല യേശു കുരിശിൽ കിടന്നത്. He took up the cross daily. ദിവസവും യേശു നമുക്ക് വേണ്ടി കുരിശ് ചുമന്നു. He has bore it for you. അത് നിങ്ങൾക്ക് വേണ്ടി അവൻ ചുമന്നു. When you look up to the cross, കുരിശ് നിങ്ങൾ നോക്കുമ്പോൾ there Jesus earned every provision for your healing, for your blessing, for your deliverance. നിങ്ങളുടെ സുഖത്തിനായി, നിങ്ങളുടെ വിടുതലിനായി, നിങ്ങളുടെ അനുഗ്രഹത്തിനായി എല്ലാം യേശു അവിടെ നേടിക്കഴിഞ്ഞു. The cross of Jesus Christ is the power of യേശു God. ക്രിസ്തുവിന്റെ കുരിശ് എന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. There you get your deliverance. അവിടെ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും. There you and a new chance and opportunity is given to you. നിങ്ങൾക്കായ അവസരം അവിടെ നിങ്ങൾക്ക് ലഭിക്കും. Shall we kneel down in the presence of ഇപ്പോൾ God? നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം.